നമ്മൾ ഇത്തവണയും പൂക്കളെല്ലാം നല്ല വിസ്തരിച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെയാണ് നല്ല കുളവിടാറ്. ഓണം കഴിഞ്ഞുള്ള അടുത്ത ദിവസം നമ്മൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ സദ്യ എല്ലാം കഴിച്ചു എല്ലാവരും കൂടെ ചേർന്ന്. അവിടെ നേരെ അച്ഛൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലെല്ലാം പോയി ആഘോഷിച്ച് ഗെയിംസ് എല്ലാം കളിച്ച് അടിച്ചു പൊളിച്ചിട്ടാണ് ഓണത്തിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇത്തവണത്തെ ട്രിപ്പിൽ നമ്മൾ പിള്ളേരെയും ഫുള്ള് പാരൻസാണ്. ഞങ്ങൾ പിള്ളേരൊക്കെ കുറേയൊക്കെ ഓഫറായി. ഇവർ നിർബന്ധിച്ച് നമ്മൾ പിള്ളേരൊക്കെ ഒന്ന് ഓണായി വന്നതൊക്കെ. തിരുച്ചെന്തൂരിലേക്കും കന്യാകുമാരിയിലേക്കും ആയിരുന്നു നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അപ്പോൾ 1 ഡേ ഫുള്ള് ട്രാവലായിരിക്കും അങ്ങോട്ടേക്ക് പോകാനായിട്ട്. പോണ വഴിക്ക് കണ്ടൊരു പാടത്തൊക്കെ നിർത്തി കുറേ വീഡിയോസ് ഫോട്ടോസ് എല്ലാം എടുത്തു. 6-ാം തീയതി രാവിലെ ഒരു 7-7:30 ആയപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എന്നിട്ട് 7-ാം തീയതി രാവിലെ ഒരു 1:30 ആയപ്പോഴേക്കും തിരുച്ചെന്തൂരിലെ റൂമിലെത്തി. അത് വീണ്ടും നമ്മുടെ പേരൻസ് എല്ലാം കൂടെ നമ്മൾ കുത്തിപ്പൊക്കി 4 മണിയൊക്കെ ആയപ്പോഴേക്കും സൂര്യോദയം കാണാൻ കൊണ്ടുപോയി. സൂര്യോദയം ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ നല്ല അടിപൊളി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇത് നമ്മൾ താമസ റൂമിൽ നിന്ന് നേരെ ബീച്ചിലേക്ക് പോണ വഴിയാണ്. ഹലോ ഗൈസ്, ഉണ്ണിക്കുട്ടന് വയറിളക്കാണെന്നാണ് പറഞ്ഞു കേട്ടത്. അയ്യോ വണ്ടി വയ്യാതെ വെയിൽ കൊണ്ടാൽ കുറച്ചും കൂടെ വയ്യണ്ടാവുമ്പോ ഒന്നിച്ച് പോയി കിടക്കാലോ. അങ്ങനെ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇല്ല, നേരിട്ട് കാണണം. ഫോട്ടോ കാക്കനാട് ഫോട്ടോ കണ്ടാ പോരാ, അതിന് ഒറ്റക്ക് കണ്ടാ പോരാ. എന്നൊക്കെ വിടർത്താമോ? 3 ഉണ്ടല്ലോ. ഇതാണ് ഗൈസ് അമ്പലം. നമ്മൾ ഇത്രയും കണ്ടിട്ടുള്ളൂ. അതിൻ്റെ അടുത്തേക്കൊന്നും നമുക്ക് പോകാൻ ക്ഷമ ഉണ്ടായിരുന്നില്ല. വയ്യായിരുന്നു. നടന്നൊരു വഴിയായി. പിന്നെ അതിൻ്റെ അകത്ത് കയറാനാണെങ്കിൽ അതിനും വലിയ ക്യൂ. നമ്മൾ ആരും വലിയ ദൈവവിശ്വാസമുള്ള കൂട്ടത്തിലല്ല. അതുകൊണ്ട് തന്നെ ട്രിപ്പിൽ അമ്പലമുള്ളതിലും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. പിന്നെ ഇവന് വയ്യാത്തതുകൊണ്ട് അവൻ നിർബന്ധിച്ച് തിരിച്ച് റൂമിലേക്ക് കൊണ്ടുപോകും. ഇത് ഞങ്ങൾ താമസിച്ച റൂമിൻ്റെ അപ്പുറത്ത് എന്തോ കല്യാണം നടക്കുമായിരുന്നു. എല്ലാവരുടെ ഒരു ബോർഡൊക്കെ വെച്ച് പടക്കം പൊട്ടിക്കൽ, ചെണ്ടമേളം, പാട്ട്, ബഹളം, ഭയങ്കര സീൻ പരിപാടിയായിരുന്നു അവിടെ. ഞങ്ങൾ താമസിച്ച റൂംസിൻ്റെ താഴെ തന്നെ ഒരു സ്പേസ് വന്നിരുന്നു നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ. അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. സീൻ ടേസ്റ്റ് ആയിരുന്നു. അമ്മാവനും വത്സനങ്ങളും കൂടിയാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയത്. ഫുഡൊക്കെ എന്നിട്ട് എക്സ്ട്രാ വന്നു. 3 കിലോ ചിക്കൻ മേടിക്കുന്നിടത്ത് അമ്മാവൻ 5 കിലോ മേടിച്ച്. അങ്ങനെ നമ്മുടെ അമ്പലം വിസിറ്റ് എല്ലാം കഴിഞ്ഞ് നേരെ കന്യാകുമാരിക്ക് പോവാണ്. അവിടുന്ന് ഒരു 2 മണിക്കൂറാണ് കന്യാകുമാരിയിലേക്കുള്ളത് തിരുച്ചെന്തൂരിൽ നിന്നും. ബാക്കിയും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ അടുത്തതിൽ കാണിച്ചു തരാം.